മറ്റുള്ളവർ പ്രസംഗിക്കുന്ന സ്റ്റേജ് കാണുമ്പോൾ നമുക്ക് ആഗ്രഹം തോന്നാറുണ്ട്. പക്ഷെ അതല്ല ശുശ്രൂഷ. മറ്റുള്ളവർ ശുശ്രൂഷിക്കുന്നത് പോലെ എനിക്കും ശുശ്രൂഷ കൊള്ളാം എന്ന് നമുക്ക് തോന്നാറുണ്ട്. പക്ഷെ അതല്ല ശുശ്രൂഷ. ശുശ്രൂഷ എന്ന് പറയുന്നത് ആത്മഭാരത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് യേശു ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ കമ്പാഷൻ എന്നുള്ള പദങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. അവൻ പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞ് അവരുടെ രോഗികളെ സൗഖ്യമാക്കി. അവൻ പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞ് രോഗികളെ സൗഖ്യമാക്കി. 5 അപ്പം 5000 പേർക്ക് കൊടുത്തപ്പോൾ അവിടെ 1-2 പദങ്ങൾ കാണാൻ കഴിയും. അവർ 3 നാളായി എന്നോട് കൂടെ ഇരിക്കുകയാ. അവരെ ഇങ്ങനെ വിട്ടാൽ അവർ വഴിയിൽ തളർന്നു പോകും. അതുകൊണ്ട് നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പിൻ. പുരുഷാരത്തെ കണ്ട് ഭാരപ്പെട്ട് അവരെ കണ്ട് മനസ്സലിഞ്ഞപ്പോൾ 5000 പേർക്ക് വേണ്ടി അപ്പം വർദ്ധിപ്പിക്കുവാനിടയായി തീർന്നു. ഇന്ന് പകൽ പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞ കർത്താവ് ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മെ കുറിച്ച് മനസ്സലിവുള്ളവൻ, നമ്മെ കുറിച്ച് ചിന്തയുള്ളവനാണ് നമ്മുടെ കർത്താവായ യേശു. ഹല്ലേലൂയ. കരയുന്നവരെ കുറിച്ച് മനസ്സലിവുണ്ട്. ലാസറിന്റെ ഭവനത്തിൽ വന്നിട്ട് എഴുതിയിരിക്കുകയാണ്, അവൻ യഹൂദന്മാർ കരയുന്നത് കണ്ടിട്ട് അവൻ ഉള്ളം നൊന്തു കലങ്ങി. ഹല്ലേലൂയ. അവൻ ഉള്ളം നൊന്തു കലങ്ങി. ഹൃദയത്തിനകത്തുള്ള അഗാധമായ പെയിൻ വന്നു കഴിഞ്ഞപ്പോൾ, ആമേൻ, പെയിൻ വന്നതുകൊണ്ട് അവിടെ ഇരിക്കുകയല്ല. ആ പെയിൻ വ്യാപരിക്കുമ്പോൾ തന്നെ അകത്തളങ്ങളിൽ ഒരു റിസറക്ഷൻ പവർ വ്യാപരിക്കുകയാ. ഇന്ന് പകൽ അകത്തളങ്ങളിൽ പെയിൻ ഉണ്ടോ, ഒരു റിസറക്റ്റഡ് പവർ വ്യാപരിക്കും. ഇനി കല്ലറയ്ക്ക് ചെന്ന് കരയാനല്ല, ലാസറെ എന്ന് വിളിക്കുമ്പോൾ ആമേൻ, ലാസർ കല്ലറയുടെ ജീർണിച്ച ശവശരീരത്തിൽ നിന്നും അവൻ ജീവനോടെ പുറത്തു വരത്തക്ക തരത്തിൽ പുനരുദ്ധാനത്തിന്റെ ശക്തി വ്യാപരിച്ചു. ഇന്ന് പകൽ ഹൃദയത്തിനകത്ത് മനസ്സലിവുണ്ടോ, കരുണയുണ്ടോ, അവിടെയാണ് അഭിഷേകം.